ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ജിതിൻ രാജിൻ്റെ സംവിധാനത്തിൽ ഡാവിഞ്ചി സന്തോഷ്, നീരജ് കൃഷ്ണ എന്നീ രണ്ട് കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന പല്ലോട്ടി 90s കിഡ്സ് എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. 2023 കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിനിമയാണ് പല്ലോട്ടി 90s കിഡ്സ്. ഈ ഒരു അവാർഡ് കൂടാതെ ഏറ്റവും മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റ്, അതുപോലെ ഏറ്റവും മികച്ച സിംഗർ, ഈ രണ്ട് അവാർഡുകളും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ രാജാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണിത്. അദ്ദേഹത്തിൻ്റെ തന്നെ പല്ലോട്ടി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ചെയ്തൊരു സിനിമയാണ് പല്ലോട്ടി 90s കിഡ്സ് എന്ന് പറയുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സാജിദ് ദാഹിയാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ദീപക് വാസൻ എന്നൊരാളാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. സിനിമയിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പം ഞാനൊക്കെ 80s അവസാനത്തോടുകൂടി ജനിച്ച ഒരാളാണ്. അപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ദിവസം സ്കൂളിൽ നിന്ന് അവധി, അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് അവധി കിട്ടുമ്പോൾ ഇന്നത്തെ കുട്ടികളെ പോലെ നമ്മൾ മൊബൈലിൽ കളിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഫുൾ ടൈം ടി വിയുടെ മുന്നിലിരിക്കാനോ വീഡിയോ ഗെയിം കളിക്കാനോ ഇതൊന്നും ആയിരുന്നില്ല അന്നത്തെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ 7 മണിയാകുമ്പം ഉറക്കം എണീക്കണം, 7:30 ആകുമ്പോഴത്തേക്ക് ട്യൂഷന് പോകണം. ട്യൂഷന് പോകുന്നതിന് മുന്നേ വീട്ടിൽ നിന്നൊരു 10-20 രൂപ കയ്യിൽ വാങ്ങിച്ചു വെച്ചേക്കും. കാരണം ട്യൂഷന് പോയി ഉച്ചയാകുമ്പം ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൂട്ടുകാരുമൊത്ത് ഏതെങ്കിലും ബേക്കറിയിൽ പോയി നല്ല മുട്ട പപ്സും അതുപോലെ കുടിക്കാൻ നല്ല സ്ക്വാഷ് കലക്കി വെച്ച വെള്ളം കിട്ടും. ഇതും വാങ്ങിച്ച് കുടിച്ചിട്ട് കൂട്ടുകാരുടെ ഒപ്പം നേരെ പോകുന്ന ക്രിക്കറ്റ് കളിക്കാനാണ്. ഗ്രൗണ്ടിൽ പോയി ആ പൊരി വെയിലത്ത് തുടങ്ങുന്ന കളി തീരുന്ന സന്ധ്യ ആകുമ്പോഴായിരിക്കും. ആ വെട്ടം പോകുന്നത് വരെ നമ്മൾ ക്രിക്കറ്റ് കളിക്കും ആ ഗ്രൗണ്ടിൽ കിടന്ന്. അത് കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ ചെന്ന് കയറുമ്പം ലേറ്റായതിന് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വഴക്കും കിട്ടും. അതിന് പോയി കുളിച്ച് ഫ്രഷായി പ്രാർത്ഥനയും കഴിഞ്ഞ് നല്ല ചോറും മീൻകറിയും അവിയലും എല്ലാം കൂടെ കൂട്ടി ചോറും കഴിച്ച് കുറച്ച് നേരം ടി വിയിൽ എന്തെങ്കിലും പരിപാടി, ചിത്രഹാരോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയലോ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്നിരുന്ന് കണ്ടിട്ട് നേരെ പോയി കിടന്നുറങ്ങും. ഇതായിരുന്നു അവധി ദിവസങ്ങളിൽ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അവരുടെ ലോകം വേറെയാണ്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു സിനിമയാണ് പല്ലോട്ടി 90s കിഡ്സ്. ഇതിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളിൽ ഒരു 80s അല്ലെങ്കിൽ 90s ജനിച്ച ഒരാൾക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊക്കെ ഇതിൽ കാണിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യം ഞാനും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഇതൊക്കെ കണ്ടപ്പോൾ, ഈ ഒരു സിനിമയിലെ പല സീൻസും കണ്ടപ്പോഴാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ് ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഇപ്പം കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളെ പോലും നമ്മൾ മറന്നു പോകുന്നു. അവരെയൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുമെന്ന് പോലും എനിക്കറിയില്ല. അത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ ഈ ഒരു സിനിമ എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു സിനിമ ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ കഥ പറയുന്ന രണ്ട് സുഹൃത്തുക്കൾ, കണ്ണനും ഉണ്ണിയും എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളുടെ അവരുടെ ജീവിതം, അവരുടെ ലൈഫ്, അവരുടെ ആ ഒരു സൗഹൃദത്തിൽ ഊന്നിയുള്ളൊരു കഥ പറച്ചിലാണ് ഈ സിനിമ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത്. അത് പ്രോപ്പറായിട്ട് നമ്മളെ ഒരു സീനിൽ പോലും മുഷിപ്പിക്കാതെ പ്രോപ്പറായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കഥയാണിത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടി, കണ്ണൻ എന്ന് പറയുന്ന കുട്ടിയുടെ മാസ്റ്റർ ഡാവിഞ്ചി സന്തോഷാണ് കണ്ണൻ എന്ന് പറയുന്ന കുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അവൻ്റെ വീട്ടിൽ ഒരു ഇല്ലായ്മയുള്ളൊരു വീടാണെങ്കിലും അവൻ്റെ മുത്തശ്ശിയും അമ്മയുമായിട്ടുള്ള അവൻ്റെ ബന്ധവും, അവൻ്റെ അയലത്തെ വീട്ടിലുള്ള ഉണ്ണി എന്ന് പറയുന്ന കുട്ടിയായിട്ടുള്ള അവനുള്ള അടുപ്പവും, ഇതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഫിലിമിൽ ക്യാപ്ചർ ചെയ്ത് മനോഹരമായിട്ടാണ് ആ ഒരു കഥ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു രണ്ട് കുട്ടികൾക്കിടയിൽ നിൽക്കേണ്ട കഥ മാത്രമല്ല, അവർ തമ്മിലുള്ള സൗഹൃദങ്ങൾ മുതിർന്നവർക്കും ഒരു പാഠമാകുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. എസ്പെഷ്യലി അത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊരു സീനുണ്ട്. ഒരു സീനിൽ സുധീ ഖോപ്പ സൈജു കുറുപ്പിൻ്റെ അടുത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്. കാരണം നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ത്യജിച്ചിട്ട് നമ്മൾ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ ത്യാഗമായിട്ട് മാത്രം കാണാതെ അവന് മറ്റവനോടുള്ള സ്നേഹം കൊണ്ടുകൂടി അതങ്ങനെ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഈ ഒരു ഡയലോഗ് അദ്ദേഹത്തിൻ്റെ സൈജു കുറുപ്പ് ചെയ്ത മഞ്ജുളൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എത്രമാത്രം അതിനൊരു ആഴമായ സ്ഥാനമുണ്ട് എന്നുകൂടി ഈ ഒരു ഫിലിം പറഞ്ഞു വെക്കുന്നുണ്ട്. കുട്ടികളുടെ ലൈഫിൽ കാണിക്കുന്ന പല കാര്യങ്ങളും മുതിർന്നവരിലും വലിയൊരു പാഠമായി വരുന്നു എന്ന്
എടുത്ത് പറയാതെ പറയുന്നുണ്ട് ഈ ഒരു സിനിമ. വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു തിരക്കഥയാണ്. അത് മനോഹരമായിട്ട് പിക്ചറൈസും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫിലിം. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ ഷാരോൺ ശ്രീനിവാസാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ആ ഒരു പഴയ കാലത്തെ ആ ഒരു കാഴ്ചകളും ആ ഒരു നാട്ടിൻപുറവും ഇതെല്ലാം വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു കളർ ടോണിൽ ഒരു പെർഫെക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണിത്. ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും മ്യൂസിക് ചെയ്തിരിക്കുന്ന മണികണ്ഠൻ അയ്യപ്പൻ, അതുപോലെ രോഹിത് VS വാര്യർ, ഇങ്ങനെ ഒരുപാട് പേര് ഇതിന് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും വളരെ നല്ലൊരു കിടിലം ടീം എഫേർട്ടാണ് അവരിട്ടിരിക്കുന്നത്. അതെനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്നൊരു മൂവിയാണ്. ഇതൊരു കുട്ടികളുടെ ചിത്രം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടുള്ള ഒരു ചിത്രമല്ല. ഇത് മുതിർന്നവർക്കും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. ഇത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ മറന്നുപോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളെ ഓർമ്മിപ്പിച്ച് നിങ്ങൾ മനസ്സിലൊരു സന്തോഷം തരാനായിട്ട് കഴിയുന്ന ഒരു ഫിലിമാണ് പല്ലോട്ടി 90s കിഡ്സ് എന്ന് പറയുന്നത്. കുട്ടികളുടെ പെർഫോമൻസ് മാത്രമല്ല, സൈജു കുറുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോൾ ഈ ഫിലിമിൽ ചെയ്യുന്നുണ്ട്. സുധി കോപ്പ, അതുപോലെ അർജുൻ അശോകൻ, ബാലു വർഗീസ്, ഇവരെല്ലാം കുറച്ച് നേരമാണ് ഈ അർജുൻ അശോകനും ബാലു വർഗീസൊക്കെ ഉള്ളെങ്കിലും അവർ മനോഹരമായിട്ട് അവരുടെ ക്യാരക്ടേഴ്സ് അവർ ചെയ്തിട്ടുണ്ട്. ഇത് OTT മനോരമ മാക്സിൽ OTT സ്ട്രീം ചെയ്യുന്നുണ്ട്. ഈ സിനിമ കാണാത്തവർ തീർച്ചയായും ഫിലിം കാണുക. കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.